സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ. തിരുവനന്തപുരത്ത് തുടരുന്ന കനത്ത മഴയിൽ മരങ്ങൾ കടപുഴകി. റിസർവ് ബാങ്കിന് മുന്നിലും വെള്ളയമ്പലം ആൽത്തറ ജംഗ്ഷനിലും മരം വീണു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, വലിയ മഴയാണ് പ്രവചിക്കപ്പെടുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കൃത്യമായ ഇടവേളകളിൽ തലസ്ഥാനത്ത് പെരുമഴ പെയ്യുന്നുമുണ്ട്. ഇന്ന് കാലവർഷം തൊട്ടരികെ എത്തിയെന്ന് ഓർമ്മിപ്പിക്കുന്നത്ര കനത്ത മഴയും ശക്തമായ കാറ്റും അല്ലേ? കൃഷ്ണരാജ്, ശക്തമായ കാറ്റും മഴയുമാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് 6 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്. തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെള്ളയമ്പലത്തിന് സമീപമാണ്. വെള്ളയമ്പലത്തിനും കവടിയാറിനും ഇടയിലുള്ള രാജ്ഭവനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് മരം കടപുഴകി വീണിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ നേരമായി ഈ ഇത്തരത്തിൽ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായും, ഒരു വശത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. വലിയ മരച്ചില്ല ഒടിഞ്ഞ് റോഡിലേക്ക് വീണതാണ്. ആ റോഡിലേക്ക് വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാജ്ഭവനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. വെള്ളയമ്പലത്തിനും അതോടൊപ്പം തന്നെ വെള്ളയമ്പലത്തിനും കവടിയാറിനും മധ്യഭാഗത്തായിട്ടാണ്, രാജ്ഭവനോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്താണ് വലിയ രീതിയിൽ മരച്ചില്ല ഒടിഞ്ഞു വീണത്. പൂർണ്ണമായും റോഡിലേക്ക് പതിച്ച മരച്ചില്ല പതിച്ചതിനെ തുടർന്ന് ഈ പ്രദേശത്തേക്കുള്ള ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ സമാനമായ സാഹചര്യമുണ്ട്. മലയോര മേഖലകളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളായിക്കോട്ടെ, ഇവിടെയെല്ലാം താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം മഴയെ തുടർന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. സമാനമായ രീതിയിൽ വെള്ളയമ്പലത്ത് തന്നെ 2 സ്ഥലത്തായിട്ടാണ് മരമൊടിഞ്ഞു വീഴുന്നത്. ഒന്ന് ഈ കവടിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തും, മറ്റൊന്ന് വെള്ളയമ്പലം സിഗ്നലിനോട് ചേർന്ന് കിടക്കുന്ന ആൽത്തറമൂട് എന്ന് പറയുന്ന ഭാഗത്തും സമാനമായ രീതിയിൽ മരം കടപുഴകി വീണ് ഏറെ നേരമായി, മണിക്കൂറുകളായി ഇത്തരത്തിൽ ഈ മരം ഒടിഞ്ഞു വീണിട്ട് മണിക്കൂറാണെങ്കിൽ പോലും ഇത് വെട്ടിമാറ്റാനുള്ള അല്ലെങ്കിൽ നീക്കം ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് ഇതുവരെ ആരും തന്നെ എത്തിയിട്ടില്ല. ഒരു ഭാഗം പൂർണ്ണമായും ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുത്തെ കാണാൻ കഴിയുന്നത്. ഇത് മുറിച്ചു മാറ്റുവാനോ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ ഒന്നും തന്നെ ഇത് നിലവിൽ ആരംഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു തന്ത്രപ്രധാനമായ സ്ഥലം കൂടിയാണ്. നമുക്കറിയാം, രാജ്ഭവനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. രാജ്ഭവന്റെ വസ്തുവിനോട് രാജ്ഭവനോട് ചേർന്ന് കിടക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു മരച്ചില്ല ഒടിഞ്ഞ വീട് റോഡിന് നടുകിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നിലവിൽ ഇത്തരം സാഹചര്യം ഉണ്ടായിട്ട് പോയിട്ടും വെട്ടിമുറിച്ചു മാറ്റുന്നതിനോ അല്ലെങ്കിൽ ഗതാഗതം പൂർണ്ണമായ രീതിയിലാക്കുന്നതിനോ ഒരുക്കുന്നതിനൊരു സൗകര്യം ഇതുവരെ ആരും തന്നെ ആയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നമ്മൾ വരുമ്പോഴടക്കം ഒരു വശത്തു കൂടി മാത്രമാണ് ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സ്ഥലത്ത് ഈ മരച്ചില്ല ഒടിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുമുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. വിവിധയിടങ്ങളിൽ ഇത്തരം മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും അതോടൊപ്പം തന്നെ മേഖലകളടക്കം ശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമെല്ലാം നിലവിലുണ്ട്. ഇപ്പോൾ ഈ അഗ്നിശമന സേന അംഗങ്ങൾ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മരച്ചിലകൾ മുറിച്ചു മാറ്റുവാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ മുറിച്ചു മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ് ഇത്. നഗരത്തിൽ തന്നെ വെള്ളയമ്പലത്തിനും കവടിയാറിനും മധ്യഭാഗത്തുള്ള ഇടത്താണ് ഇത്തരത്തിൽ മരച്ചില്ല ഒടിഞ്ഞു വീട് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട. ഏറെ നേരമായി സമാനമായ സാഹചര്യം തുടർന്ന് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ശക്തമായ കാറ്റാണ് തലസ്ഥാനത്ത് വീശിക്കൊണ്ടിരുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്ന വേണം മനസ്സിലാക്കിയിരിക്കുന്നത്. മലയോര മേഖലയിലായിക്കോട്ടെ, എല്ലായിടത്തും സമാനമായ സാഹചര്യത്തിൽ ഒരു കാറ്റ് വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് അത്തരം വലിയ രീതിയിൽ മഴയൊരു നേരത്തെ വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റാണ് ഈ മണിക്കൂർ. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയാണ്. തിരുവനന്തപുരത്ത് തുടരുന്ന കനത്ത മഴയിൽ മരങ്ങൾ കടപുഴകി. ബേക്കറി ജംഗ്ഷന് സമീപം റിസർവ് ബാങ്കിന് മുന്നിലും വെള്ളയമ്പലം ആൽത്തറ ജംഗ്ഷനിലും മരം വീണു. മലയോര മേഖലയിലും കനത്ത മഴയാണ് പെയ്യുന്നത്. അതാണ് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതും. 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കനത്ത മഴ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാലവർഷം എത്തുന്നു എന്നതിൻ്റെ സൂചന മാത്രമാണിത് എന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്.